നിങ്ങളുടെ ഏറ്റവും വലിയ പദ്ധതികൾ എപ്പോഴും രഹസ്യമായി സൂക്ഷിക്കുക. കൂടുതൽ ശ്രദ്ധ പിടിച്ചുപറ്റാതെ ചുമതല തുടരുക എന്നതാണ് ഏറ്റവും ലളിതമായ നിർദ്ദേശം. നിങ്ങളുടെ കണ്ണീരിൻ്റെ വില അറിയാത്തവർക്ക് വേണ്ടി ഒരിക്കൽ പോലും നിങ്ങൾ കരഞ്ഞു പോകരുത്. പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയവരെക്കുറിച്ച് ചിന്തിച്ചു കളയുന്ന സമയത്തിൻ്റെ പകുതി മതി ഇപ്പോൾ കൂടെയുള്ളവരുമായിട്ട് സന്തോഷത്തോടെ ഇരിക്കാൻ. നമ്മൾ കേൾക്കുന്നവരോടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അവരതിന് വേണ്ട പരിഗണന തരും. അല്ലാത്തവരോട് സംസാരിക്കാൻ നിൽക്കരുത്. സ്നേഹമുണ്ടെന്ന് തോന്നിപ്പിക്കാൻ ആർക്കും കഴിയും. പക്ഷെ നമ്മുടെ മനസ്സ് ഒത്തിരി നോവുമ്പോൾ, കണ്ണൊന്ന് നിറയുമ്പോൾ ആർക്ക് നോവുന്നുവോ അവരാണ് ജീവിതത്തിൽ നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത്. കൂടുതൽ മാന്യമായി പെരുമാറുന്ന വ്യക്തികളെ പ്രത്യേകം സൂക്ഷിക്കുക. കാരണം അവരുടെ മനസ്സ് കള്ളത്തരങ്ങളുടെ കൂടാരമാണ്. നുണ പറഞ്ഞ് എന്തെങ്കിലും നേടാൻ നിങ്ങൾ ആഗ്രഹിക്കരുത്. അതിൽ നിന്ന് ഉണ്ടാവുന്ന ആനന്ദം അധികകാലം നിലനിൽക്കില്ല. നമ്മുടെ തെറ്റുകളും കുറവുകളും മറ്റൊരാൾ തിരുത്താൻ നമ്മളെ നിർബന്ധിക്കാതെ നമ്മൾ തന്നെ സ്വയം കണ്ടെത്താൻ ശ്രമിച്ച് മുന്നോട്ടു പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം സന്തോഷവും സമാധാനവും ഉള്ളതായി തീരുന്നത്. സംയമനം പാലിക്കാൻ കഴിയുക എന്നത് ഒരു വലിയ കഴിവ് തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും അതിന് കഴിയാറില്ല എന്നതാണ് ഒരു വലിയ സത്യം. അംഗീകരിക്കാൻ മടിച്ച് ചിലർ നൽകുന്ന പരിഹാസം തന്നെയാണ് പ്രശസ്തിയിലേക്കുള്ള പാത തുറന്നു തരുന്നതും. ജീവിതത്തിൽ ആത്മവിശ്വാസവും സന്തോഷവും വർദ്ധിക്കാൻ നമ്മുടെ ജീവിതത്തിൽ മുൻപ് സന്തോഷം ലഭിച്ച കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക. എത്ര വലിയ പ്രതിസന്ധിയിലാണ് നമ്മൾ ഉള്ളതെങ്കിലും അതിനെക്കുറിച്ച് ശാന്തമായി ചിന്തിക്കുക. ഒന്നു മാത്രം ആലോചിക്കുക: പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഈ ലോകത്തില്ല. ഒരു വിഷയത്തോടുള്ള പ്രതികരണം മൂലമാണ് നമുക്ക് സമ്മർദ്ദം ഉണ്ടാകുന്നത്. അതിനാൽ എങ്ങനെ പ്രതികരിക്കണമെന്നത് വളരെയധികം ചിന്തിച്ച് തീരുമാനിക്കുക. നമ്മുടെ സങ്കടങ്ങൾ ഒരിക്കലും മറ്റൊരാളുമായി പങ്കുവെക്കരുത്. കാരണം നിങ്ങളുടെ സങ്കടത്തിലും മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നവർ നമുക്ക് ചുറ്റിലുമുണ്ട് എന്ന ഓർമ്മ വേണം. എത്രയും പ്രിയപ്പെട്ട ബന്ധമായാലും മാറ്റി നിർത്തപ്പെടുന്നു, അവഗണിക്കപ്പെടുന്നു എന്നൊക്കെ തോന്നി തുടങ്ങുമ്പോൾ സ്വയം മാറിക്കൊടുക്കുക. നമുക്കുമുണ്ട് ഒരു വ്യക്തിത്വം. ആർക്കു മുന്നിലും പണയം വയ്ക്കപ്പെടാത്ത ആത്മാഭിമാനം തന്നെയാണ് ഒരാളുടെ ഏറ്റവും വലിയ സമ്പാദ്യം. ഒരു കാലവും ഒരുപാട് കാലത്തേക്കില്ലെന്നോർക്കുക. സങ്കടങ്ങൾ വരുമ്പോൾ തളരാതെ മുന്നോട്ട് പോവുക. നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന സന്തോഷവും സങ്കടവും നഷ്ടവും നേട്ടവും ഒന്നും സ്ഥിരമാവണമെന്നില്ല. എല്ലാം മാറി മാറി വരുന്നു. നിങ്ങൾ വെച്ചിരിക്കുന്ന അതേ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളവരുമായി സംസാരിക്കുക. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും പ്രായോഗികമായ നിർദ്ദേശങ്ങൾ നൽകാനും അവർക്ക് കഴിയും. ഉദ്ദേശിച്ച സമയത്ത് ഉദ്ദേശിച്ച വിധത്തിൽ ലക്ഷ്യത്തിലെത്താൻ കഴിയുന്നില്ലെങ്കിൽ സ്വയം പഴിക്കരുത്. അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ല. ലക്ഷ്യം കൈവരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കണം. മുഖം നോക്കാതെ മറുപടി പറയാൻ കഴിയണം. ഇത് രണ്ടും സാധിക്കാത്തവർ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ഒരുപാട് പ്രയാസപ്പെടും.